Good evening, students. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഒരു യൂണിഫോംലി പോളറൈസ്ഡ് സ്പിയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡയലക്ട്രിക് മീഡിയത്തിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ തിയറി ഓഫ് ബൗണ്ട് ചാർജസ് എന്ന് പറയുന്ന സെക്ഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ തിയറി ഓഫ് ബൗണ്ട് ചാർജസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു പോളറൈസ്ഡ് സ്പിയർ എടുത്തു. ഒരു പോളറൈസ്ഡ് സ്പിയർ എടുത്തിട്ട് ആ പോളറൈസ്ഡ് സ്പിയറിൻ്റെ പുറത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിച്ചു, ആർ ഡിസ്റ്റൻസിലുള്ള പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്ത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു സിംഗിൾ ഡൈപോൾ ഇവിടെ ട്രീറ്റ് ചെയ്തു. നമ്മൾ ആദ്യം ഒരു സിംഗിൾ ഡൈപോൾ കൺസിഡർ ചെയ്തു. അതായത് ഈ റീജിയനിൽ ഇപ്പം മെറ്റീരിയൽ പോളറൈസ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് സിംഗിൾ ഡൈപോൾസ് ഉണ്ട് എന്ന് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ആ സിംഗിൾ ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ ആദ്യം റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. 1/4πε0 ഡൈപോൾ മൊമെൻറ്റ് പി ആണെങ്കിൽ പി വെക്റ്റർ പി ഡോട്ട് ആർ ക്യാപ്, ദിസ് ഡിസ്റ്റൻസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്താൽ എല്ലാ ഡൈപോളിൻ്റെ ഒരു എന്താ പറയുക ഒരു റീജിയൻ കൺസിഡർ ചെയ്തു, ഒരു ഡിഫറൻഷ്യൽ വോള്യൂം എലമെൻറ്റ് കൺസിഡർ ചെയ്തു. ആ ഡിഫറൻഷ്യൽ വോള്യൂം എലമെൻറ്റ് കൺസിഡർ ചെയ്തിട്ട് മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. ആ പൊട്ടൻഷ്യലിൽ നിന്ന് നിങ്ങൾ സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയും വോള്യൂം ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയുടെയും രണ്ട് ടേമുകൾ അതിൽ വന്നു. അതിൽ നിന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഒരുപാട് സിംഗിൾ ഡൈപോളുകളെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ സെക്ഷനിലെ ഡേവിഡ് ജെ ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു ഡയലക്ട്രിക്കിൻ്റെ ഉള്ളിലുള്ളത് സിംഗിൾ ഡൈപോളുകളല്ല, ദേ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് physical dipoles. They are not single dipoles or pure dipoles. Physical dipoles. Physical dipoles are entirely different from physical dipoles small തന്നെയാണ്, ചെറുത് തന്നെയാണ്, പക്ഷേ എങ്കിലും they are entirely different from pure or single dipole. സോ ഒരു സിംഗിൾ ഡൈപോളിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷനിലും ട്രീറ്റ് ചെയ്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഒരു വിഷയം ആണ് അവിടെ ഡിസ്കസ് ചെയ്തത്. പക്ഷേ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യലിൻ്റെ ഔട്ട്സൈഡ് ദ ഡയലക്ട്രിക് റീജിയനിൽ കിട്ടുന്ന പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ ആയാലും ഇൻസൈഡുള്ള പൊട്ടൻഷ്യൽ ആയാലും മോർ ഓർ ലെസ് ബെറ്റർ റിസൾട്ട് തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനും അതിൻ്റെ എക്സ്പെരിമെൻ്റൽ റിസൾട്ടും വളരെ കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്ത സിംഗിൾ ഡൈപോൾ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഫിസിക്കൽ ഡൈപോൾസ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ടൈനിയാണ്, അറ്റോമിക് ഡയമെൻഷനുള്ള ഡൈപോളുകളാണ്. ഒരു റീജിയൻ, ഒരു ഡിഫറൻഷ്യൽ വോള്യൂം എലമെൻ്റ് എടുത്താൽ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഡൈപോൾസ് അവിടെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ കൺസിഡർ ചെയ്യുന്ന Polarization is dipole moment per unit volume. That is a continuous function. അപ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സിംഗിൾ ഡൈപോളിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോളറൈസേഷൻ ഫംഗ്ഷനിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഡൈപോൾസ് എന്ന് പറയുന്നത് പ്യുവർ ഡൈപോളുകളോ സിംഗിൾ ഡൈപോളുകളോ അല്ല. അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രഷൻ അത് മാച്ച് ചെയ്യുന്നുണ്ട് എന്നത് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതാണ് അവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം. ഇതേ പ്രശ്നം തന്നെ, ഇതേ കോൺസെപ്റ്റ് നമ്മൾ അവിടെ പക്ഷേ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഇഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദിസ് റീജിയൻ ടു ദ പോയിന്റ് ഓഫ് കൺസിഡറേഷൻ ഈസ് ക്വൈറ്റ് ലാർജ്, ദാറ്റ് മീൻസ് ഇഫ് ആർ ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ ദ ഡയമെൻഷൻ ഓഫ് ദ ഡൈപോൾ, നമുക്ക് ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു പ്ലസ് ക്യൂ ചാർജും ഒരു മൈനസ് ക്യൂ ചാർജും റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഡി എന്നല്ലേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ആ ഡീനെ കമ്പയർ ചെയ്യുമ്പോൾ ആറ് വളരെ ലാർജ് ആണെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ ഡൈപോളിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. സോ ഔട്ട്സൈഡ് വളരെ ലാർജ് ആയിട്ടുള്ള റീജിയനിൽ ഈ കൺസിഡറേഷൻ മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത്
പ്രശ്നമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഒരു ഫിസിക്കൽ ഡൈപോൾ എന്നുള്ള രീതിയിൽ ചെറിയൊരു കോൺസെപ്ച്വൽ എറർ അവിടെ ഉണ്ട്. പക്ഷേ എങ്കിലും അതൊരു റിസൾട്ടിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരുത്തുന്നില്ല. അപ്പോൾ അതേ കൺസെപ്റ്റ് തന്നെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളൊരു ഡയലക്ട്രിക്കിൻ്റെ ഒരു റീജിയൻ, ഒരു പർട്ടിക്കുലർ റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യണം. പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോണിൻ്റെ റീജിയൻ, ആറ്റത്തിലുള്ള ഒരു ഇലക്ട്രോൺ നിൽക്കുന്ന ഒരു റീജിയൻ ആയിരിക്കാം. അത്രയും വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു റീജിയനാണ്. അത്രയും പ്രിസൈസ് ആയിട്ടുള്ള റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിന് നമ്മൾ സാധാരണ നമുക്ക് പറയാവുന്ന ആ വേർഡിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യുവർലി എ മൈക്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ മാത്രമേ ആ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നത്തിങ് ബട്ട് എ മൈക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ്, ഓർ ഇറ്റ് ഇസ് എ ട്രൂ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ മൈക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ്. ആ പോയിന്റിലെ ട്രൂ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഒരു ഇലക്ട്രോൺ, നിങ്ങൾ ആറ്റത്തിലൊരു ഇലക്ട്രോണിൻ്റെ റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ റീജിയനിൽ വളരെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ച് ഉണ്ടാകുമ്പോൾ തന്നെ ഇലക്ട്രിക് ഫീൽഡിന് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. ഒരു ഡയലക്ട്രിക്കിൻ്റെ ഉള്ളിലുള്ള ആറ്റംസ് ഒക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആറ്റംസ് ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ആറ്റത്തിനൊക്കെ ഉണ്ടാകുന്ന ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിന് വളരെ ജൈജാൻറ്റിക് ആയിട്ടുള്ള വേരിയേഷൻ, വളരെ ജൈജാൻറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും ആയിരിക്കും. അതിനുണ്ടാകുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് റാപ്പിഡ് വേരിയേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രൂ ഇലക്ട്രിക് ഫീൽഡ് വളരെ ഫാസ്റ്റായിട്ട് വേരി ചെയ്യുന്ന, വളരെ ഫാസ്റ്റായിട്ട് വേരി ചെയ്യുകയും വളരെ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസുകളും ടൈമിനനുസരിച്ചും സ്പേസിനനുസരിച്ചും കാര്യമായിട്ടുള്ള വ്യത്യാസം വരികയും ചെയ്യുന്ന ഒരു ട്രൂ ഇലക്ട്രിക് ഫീൽഡ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൈക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് പ്രിസൈസ് ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ള ഉദ്ദേശം നമ്മൾ തൽക്കാലം ഇവിടെ ഉപേക്ഷിക്കുകയാണ്. അതിന് പകരം നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ we will consider a region which contains several thousands of atoms അപ്പോൾ ഒരു മൈക്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ദിസ് റീജിയൻ ഈസ് ലാർജ് ഇനഫ് ടു കണ്ടെയ്ൻ ലാർജ് എമൗണ്ട് ഓഫ് ആറ്റംസ്. അപ്പോൾ ആ റീജിയനിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ ഫീൽഡിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ ആവറേജിനെയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു വലിയ ലാർജ് റീജിയനാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു ലാർജ് റീജിയൻ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ്, മൈക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാവുന്ന ലാർജ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഒരുവിധം സ്മൂത്തൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ ഇലക്ട്രിക് ഫീൽഡിനുണ്ടാവുന്ന അല്ലെങ്കിൽ പൊട്ടൻഷ്യലിനുണ്ടാവുന്ന ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസുകൾ, അതായത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസുകൾ ഒരു റീജിയനിൽ കൺസിഡർ ചെയ്യാനും നമുക്ക് ഈ റീജിയനിലെ ആവറേജ് കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിനെ ഒരു റീജിയന് ചുറ്റുമുള്ള ഒരു ലാർജ് റീജിയൻ എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ലാർജും, ഒരു ഡയലക്ട്രിക്കിൻ്റെ സൈസ് കൺസിഡർ ചെയ്യുമ്പോൾ സ്മോളും ആയിട്ടുള്ള ഒരു റീജിയൻ എടുത്തിട്ട് ആ റീജിയനിലെ ആവറേജ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ച് നമ്മൾ അത് ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനെയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ ആവറേജ് macroscopic electric field at a point is the average field over a region which contains several atoms, several thousands of atoms
സോ ഞാൻ പറയുന്നത് മൈക്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂ ഈ റീജിയൻ ലാർജ് ആണ്. അതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്ന ലാർജ് ഫ്ലക്ച്വേഷൻസിനെയൊക്കെ സ്മൂത്തൻ ചെയ്യാനും എന്നാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റീജിയന്റെ ആവറേജ് ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആവറേജ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ആവറേജ് ആണ് അറൗണ്ട് ഈ റീജിയൻ. നമ്മളിവിടെ ഒരു റീജിയൻ നമ്മളിവിടെ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ അതിന് ചുറ്റും നമ്മളിവിടെ ചെയ്യുന്നത് ഹിയർ വി കൺസിഡർ എ സ്പിയർ ഓഫ് റേഡിയസ് capital R around the point P. That means at R. R എന്ന് പറയുന്ന പൊസിഷനാണ്. അതിൻ്റെ പൊസിഷൻ വെക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്ന R. ആ പോയിന്റിന് ചുറ്റും ഒരു റീജിയൻ കൺസിഡർ ചെയ്യാണ്. അങ്ങനെ പ്രത്യേകം പറയുന്നു ഈ റീജിയൻ എന്ന് പറയുന്നതിൽ തൗസൻഡ്സ് ഓഫ് ആറ്റംസ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ മാക്രോ അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം ഇ ഔട്ട് പ്ലസ് ഇ ഇൻ. രണ്ട് ടേം ആയിട്ടാണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്താണ് ഇ ഔട്ട്? ഇ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പിയർ കൺസിഡർ ചെയ്തു. സ്പിയറിന് അപ്പുറമുള്ള എല്ലാ റീജിയനും ഡൈലക്ട്രിക്കിൻ്റെ ഉള്ളിൽ സ്പിയറിന് അപ്പുറമുള്ള എല്ലാ റീജിയനിലെയും ഡൈപോളുകൾ അല്ലെങ്കിൽ ചാർജസുകൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആവറേജ് എവിടത്തെ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആവറേജ് എന്തുകൊണ്ട് എന്തിനെ കൊണ്ട് അതായത് ഈ സ്പിയർ അല്ലാതെ സ്പിയറിന് പുറത്തുള്ള ഔട്ട്സൈഡുള്ള എല്ലാ ചാർജസുകളും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആവറേജ് ആണ് ഇ ഔട്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞാൽ സ്പിയറിൻ്റെ ഉള്ളിലുള്ള എല്ലാ ചാർജസുകളും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആവറേജ്. So we are going to find out the average of electric field around a sphere due to all charges outside the sphere and also due to all charges inside the sphere. So E out E in എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ E out എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്താ പറയുക E out എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് പകരം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V out എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. V out എന്ന് പറഞ്ഞാൽ V out എന്ന് പറഞ്ഞാൽ V out is average potential over the sphere due to all charges outside the sphere. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇത് കണ്ടുപിടിക്കാൻ ഞാനൊരു റെഫറൻസ് തരികയാണ്. ആ റെഫറൻസ് എന്ന് പറയുന്നത് ഡേവിഡ് ജെ ഗ്രിഫിത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോഡൈനാമിക്സ് തേർഡ് എഡിഷനിലെ പ്രോബ്ലം 3.41D. ആ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ഒരു ആവറേജ് ഇലക്ട്രിക് ഫീൽഡ് ഒരു റീജിയൻ ഒരു സ്പിയർ കൺസിഡർ ചെയ്തിട്ട് അപ്പോൾ നമ്മളൊരു ഡൈലക്ട്രിക് റീജിയൻ കൺസിഡർ ചെയ്തു, അതിലൊരു സ്പിയർ കൺസിഡർ ചെയ്തു. ഈ സ്പിയറിന് പുറത്തുള്ള എല്ലാ ചാർജസുകളുടെയും ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ആവറേജ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ആവറേജ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പെഷ്യൽ ടെക്നിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു സ്പിയറിന് ചുറ്റുമുള്ള ഇപ്പോൾ എക്സാമ്പിൾ ഓർമ്മയുണ്ടാവും. നമ്മളിവിടെ ഒരു പോയിന്റ് ചാർജ് വയ്ക്കുന്നു. ഈ സെൻറ്ററിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി അറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആവറേജ് ഓഫ് വി ഓൺ ദ സർഫസ് ഓഫ് ദ സ്പിയർ.
നമ്മൾ ഓൾറെഡി സ്പെഷ്യൽ ടെക്നിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതേ രൂപത്തിൽ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഈ പുറത്തുള്ള സ്പിയറിന് പുറത്തുള്ള എല്ലാ ചാർജസുകളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൊട്ടൻഷ്യലിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് the average V average around the sphere due to all charges outside the sphere that can be proved as V at center, V at the center of the sphere, that is equal to 1 by 4 pi epsilon naught outside volume integral vector p of r prime dot r cap d top by r square d top prime. നമ്മൾ ഈ ഫിഗറിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു, ഇവിടെ പോയിന്റ് ആർ കൺസിഡർ ചെയ്യുന്നു, ഇവിടെ ഒരു വോള്യൂം എലമെൻറ്റ് ഡി ടോപ്പ് പ്രൈം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ പൊസിഷനെ ആർ പ്രൈം എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഇവിടുത്തെ പോളറൈസേഷനെ പി ഓഫ് ആർ പ്രൈം എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ സെൻറ്ററിലുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. സെൻറ്ററിലുള്ള പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ആവറേജ് ഓവർ ദ സ്പിയർ ഡ്യൂ ടു ഓൾ ചാർജസ് ഔട്ട്സൈഡ് ദ സ്പിയർ. ഇത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഇ ഔട്ട് അല്ലെങ്കിൽ ഇ ഔട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഔട്ട് കണ്ടുപിടിച്ചു. വാട്ട് ഈസ് ഇ ഇൻ? അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഇ ഇൻ? നമ്മൾ പറഞ്ഞു ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇ ഇൻ മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആവറേജ് ഇലക്ട്രിക് ഫീൽഡ് over the sphere due to all charges outside the sphere. Sorry, all charges inside the sphere. That can be proved that minus 1 by 4 pi epsilon naught vector p by r cube. നമ്മളിവിടെ കൺസിഡർ ചെയ്ത സ്പിയറിൻ്റെ റേഡിയസ് ആർ ആണ്. വെക്റ്റർ പി മീൻസ് ടോട്ടൽ ഡൈപോൾ മൊമെന്റ് ഇൻസൈഡ് ദ സ്പിയർ. സ്പിയറിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ ഡൈപോൾ മൊമെന്റ് ആണ് നമ്മൾ വെക്റ്റർ പി എന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇത് കിട്ടുന്നത് ഇക്വേഷൻ 3.105 ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷൻ 3.105 പ്രോബ്ലം അഗെയിൻ ദ സെയിം പ്രോബ്ലം 3.41. ഇതിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ആവറേജ് ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് എ സ്പിയർ പോളറൈസ്ഡ് സ്പിയറിൻ്റെ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. ഇവിടെ ഇതിൽ പി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഒരു കാര്യം പ്രത്യേകം പറയണം, നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഡയലക്ട്രിക് റീജിയൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് സ്പിയറാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം അസ്യൂം ചെയ്യാം. ലെറ്റ് us assume that നമ്മൾ കൺസിഡർ ചെയ്ത് വളരെ സ്മോൾ ആയിട്ടുള്ള റീജിയൻ ആണ്. സോ പോളറൈസേഷൻ P is uniform inside the sphere. അങ്ങനെ യൂണിഫോം സ്പിയർ ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് -p/3ε0 ഇൻസൈഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഡിറൈവ് ചെയ്താണ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതേ റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ പിക്ക് പകരം പി എന്ന് പറയുന്നത് സ്പിയറിൻ്റെ വോള്യൂം എന്ന് പറയുന്നത് വോള്യൂം ഇൻറ്റു
പോളറൈസേഷൻ ആണ്. അപ്പോൾ എന്ത് വരും? 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ് വെക്റ്റർ പി എന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -1/4 പൈ എപ്സിലോൺ നോട്ട് 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ് ക്യാപിറ്റൽ വെക്റ്റർ പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. സോ ആർ ക്യൂബ് വെട്ടിപ്പോയി, 4 പൈയും 4 പൈയും വെട്ടിപ്പോയി. സോ ദ റിസൾട്ട് വിൽ ബി -p/3 epsilon naught. This is the electric field, E field at center of the sphere, center of the uniformly, center ആയാലും എവിടെ ഏത് പോയിന്റ് ആയാലും യൂണിഫോംലി പോളറൈസ്ഡ് സ്പിയർ ആണ്. സോ ആവറേജ് ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് average internal electric field is E in is equal to -p/3 epsilon naught, which is the electric field, E field due to uniformly polarized sphere. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് വി ക്യാൻ കാൽക്കുലേറ്റ് ദ കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ. ആ കറസ്പോണ്ടിങ് പൊട്ടൻഷ്യലും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്. E is equal to E out plus E in എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യലിനെ നമുക്ക് V എന്ന് എഴുതാം, ഇത് V out എന്ന് എഴുതാം, പ്ലസ് V in നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ E ഇന്നിൽ നിന്ന് V in നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഒരു ഡയലക്ട്രിക് റീജിയൻ ആണ്. ആ ഡയലക്ട്രിക് റീജിയൻ്റെ ഉള്ളിലുള്ള ഒരു സ്പിയർ ആണ് കൺസിഡർ ചെയ്തത്. ഇവിടെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലിൻ്റെ ആവറേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ V ഔട്ടിൽ നമ്മൾ ഇങ്ങനെ എഴുതിയത് 1/4 പൈ എപ്സിലോൺ നോട്ട് വോള്യൂം ഇൻ്റഗ്രൽ വെക്റ്റർ P of r പ്രൈം ഡോട്ട് r ക്യാപ് ബൈ r സ്ക്വയർ d ടോ പ്രൈം പ്ലസ് V in എന്ന് പറയുമ്പോൾ നമ്മളിവിടെ V എന്ന് പറയുന്നത് ഔട്ട്സൈഡ് സ്പിയർ ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ഔട്ട്സൈഡ് ദ സ്പിയറുള്ള ചാർജസുകൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷനിൽ ബാക്കി നിൽക്കുന്നത് ഇൻസൈഡ് ദ സ്പിയറുള്ള യൂണിഫോംലി പോളറൈസ്ഡ് സ്പിയർ ആയിട്ടുള്ള ചാർജസുകൾ ഉണ്ടാക്കുന്ന ഡൈപോളുകൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ ഇതും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഔട്ട്സൈഡ് എന്നുള്ളതിന് പകരം യു ക്യാൻ റെപ്രസെൻറ്റ് ദിസ് ആസ് എൻറ്റയർ ഡയലക്ട്രിക്. എൻറ്റയർ ഡയലക്ട്രിക്കിൽ നിങ്ങൾ വോള്യൂം ഇൻ്റഗ്രലിൽ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി ഇതാണ് നമ്മൾ മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വളരെ ലളിതമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ മാക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നും അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസുമാണ് നമ്മൾ കാര്യമായിട്ടും റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരിക. ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ. നമുക്ക് ജനറൽ എക്സ്പ്രഷൻ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഡയലക്ട്രിക്കിലുള്ള ഗോസസ് ലോൻ്റെ എക്സ്പ്രഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. സോ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. താങ്ക് യു.